ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശ്രുതി ബി. അപ്പോൾ ഞാൻ ഇന്ന് വന്നാക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും തമ്മിലും കണ്ടതാണ്. മഞ്ജു ചേച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എല്ലാവരും എൻ്റെ ഈ യൂട്യൂബിൽ എൻ്റെ ഫോട്ടോ എല്ലാവരും അവരവരുടെ ഫോട്ടോ ആണ് ഇടുന്നത്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ അവരുടെ സിംഗിൾ ഫോട്ടോ. പക്ഷെ ഞാൻ ഇട്ടാക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് മഞ്ജു ചേച്ചിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ, നമ്മുടെ മഞ്ജു വാര്യറായിട്ട്. അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് മഞ്ജു ചേച്ചിയായിട്ട് ഇട്ടാക്കുന്ന ഫോട്ടോ ഇട്ടാക്കുന്നത്, എന്താ എനിക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ഇഷ്ടമാണ്, ചേച്ചിന് ഇഷ്ടമില്ലാത്ത ആരും ലോകത്തില്ല. അപ്പം എല്ലാവരും ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിച്ചു, എന്താണ് കാര്യം, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചാണോ, അതോ എന്താണ് ഇങ്ങനെ ഫോട്ടോ ഇട്ടാക്കുന്നത്, ഇങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, എന്താണ് ബന്ധം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം അതിനൊരു ആൻസർ ആട്ടെ. അപ്പം ഞാൻ തന്നെ പറഞ്ഞെങ്കിൽ, അപ്പം ഞാൻ ഇങ്ങനെ കോൾ ചെയ്തപ്പോൾ അവർ വന്നു, നീ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്തിടുക ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ ഓക്കെ, എങ്കിൽ പിന്നെ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. അപ്പം നമുക്ക് തുടങ്ങാം. അതായത് എനിക്ക് 2023 2023 ഞാൻ രമേശ് എൻ്റർടൈൻമെൻറ്റ്, അതായത് രമേശ് പിഷാരടി നമ്മുടെ രമേശ് ഏട്ടൻ്റെ പ്രോഗ്രാമായ ഫൺസ് അപ്പോൺ എ ടൈം എന്ന പ്രോഗ്രാമിൽ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ഷോയിൽ ഞാൻ പോണത്. ഞാൻ അതിൽ പോയി മത്സരിച്ച് ഒരു 6 റൗണ്ടൊക്കെ ആയപ്പോൾ ഞാൻ ഔട്ടായ ആ ഒരു ഔട്ടായ ആ ഷെഡ്യൂളിലാണ് വിഷു ഷൂട്ട് വരുന്നത്. ഇപ്പോൾ വിഷു ഷൂട്ട് വരുന്ന സമയത്ത് മഞ്ജു ചേച്ചിയായിരുന്നു ഗസ്റ്റ്. മഞ്ജു ചേച്ചി മാത്രമല്ല, മഞ്ജു ചേച്ചി സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. മഞ്ജു ചേച്ചി മാത്രമല്ല, നമ്മൾ മനോജൊക്കെ ജയൻ ചേട്ടനുണ്ടായിരുന്നു, ആ എപ്പിസോഡ് ഉള്ളവർക്കെല്ലാം അറിയാം. മനോജൊക്കെ ജയൻ ചേട്ടനുണ്ടായിരുന്നു, ബൈജു ചേട്ടനുണ്ടായിരുന്നു, വിധു ചേട്ടൻ്റെ പാട്ടുണ്ടായിരുന്നു, നമ്മുടെ ആര്യ ഉണ്ടായിരുന്നു, അങ്ങനെ ബെഡായി ആര്യ ചേച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഡയാന ചേച്ചി ആങ്കർ ചെയ്തു, അങ്ങനെ ഒരുപാട് പേരുടെ എന്താ അടിപൊളി ഒരു പ്രോഗ്രാമായിരുന്നു. നമ്മൾ അമൃത TV-യിലായിരുന്നു. അപ്പം ഞാൻ ഔട്ടായി, എൻ്റെ ഔട്ടായി പിന്നെയും ഷൂട്ട് വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ പോവാം എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ചേച്ചിയാണ് ഗസ്റ്റ് എന്ന് നമ്മൾ അറിയുന്നതും. ഓക്കെ, ചേച്ചീനെ എന്തായാലും ഇവിടെ വരെ കണ്ടു. കാരണം എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം, നമ്മൾ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ മുഖങ്ങളുണ്ട്. അതിലൊന്നാണ് മഞ്ജു ചേച്ചി, ലാലേട്ടൻ, അത് നമ്മളെ മമ്മൂട്ടി സാറും, ഇതേപോലുള്ള ഒരുപാട് പേര് നമ്മൾ നേരിട്ട് കാണണം. ഈ ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കും. പ്രത്യേകിച്ച് മഞ്ജു ചേച്ചി പോലുള്ള ആർട്ടിസ്റ്റിനെ കാണണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേച്ചിയെ അന്ന് അവിടെ. അപ്പം നമ്മൾ ഈ ഔട്ടായെങ്കിലും കണ്ടിട്ട് പോവാം, എന്തിനാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജി ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സജി ചേച്ചി പറഞ്ഞു, എടി കാണാം, കണ്ടിട്ട് എന്തായാലും പോവാം. അപ്പോൾ ഞാൻ വെച്ച് ശരി. അപ്പോൾ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ സ്റ്റേ ചെയ്തു, ചേച്ചിയെ കാണാൻ വേണ്ടി സ്റ്റേ ചെയ്തു. അങ്ങനെ അന്ന് ചേച്ചിയെ കണ്ടു. ഭയങ്കര ഒരു എന്താ ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു അതൊന്നും. ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും പോകാത്തൊരു മെമ്മറിയാണ്. നമുക്ക് വേറെ ഒരു ആഗ്രഹമില്ല, ഒരു ഫോട്ടോ എടുക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഒരു നമുക്ക് ആഗ്രഹങ്ങളുമില്ല. അപ്പം എൻ്റെ ചേച്ചി എന്ന് വെച്ചാൽ മഞ്ജു ചേച്ചിയുടെ കട്ട ഫാനെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവൾ പറയുന്ന അവിടെ സ്വന്തം ചേച്ചി എന്നും പറഞ്ഞ് അവൾ നടക്കുക, അത്രയ്ക്ക് ഇഷ്ടം മഞ്ജു ചേച്ചി. എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന മഞ്ജു ചേച്ചി കണ്ടെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു മഞ്ജു വരണമെന്ന്. പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു, എനിക്കും വരണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഗ്രഹം പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് ഞാൻ അപ്പം നമുക്ക് അവിടെ നമ്മളെ റിലേറ്റീവ്സിനെ കൊണ്ടുപോകാൻ ഒരു ഇതുണ്ട്, പരിമിതിയുണ്ട്. അത് അങ്ങനെ അവിടുന്ന് ഷോയിൽ നിന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു, അയ്യോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ടു, പക്ഷെ നമുക്കൊന്നും വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റുന്നില്ല, കാരണം ഷൂട്ട് എടുക്കുന്ന ടൈം ആയതുകൊണ്ട്. അങ്ങനെ അപ്പം മനുഷ്യച്ചി കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണാൻ ചേച്ചി എന്ത് ക്യൂട്ടാണ്, ചേച്ചി എന്ത് നല്ല രീതിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇത്രയും ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റായിട്ട് പോലും ചേച്ചിക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറയും നീ ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളെ അറിയാതെ. അപ്പോൾ ചേച്ചി നല്ല സ്നേഹത്തിൽ നല്ല ഇതിൽ നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ചേച്ചീനെ ഇങ്ങനെ അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ കണ്ടു ഞാൻ. അപ്പോൾ ബ്രേക്ക് ടൈമായി, ഫുഡിൻ്റെ ബ്രേക്ക്. അപ്പം ഫോട്ടോ ഒന്നും ആരും എടുക്കരുതെന്നൊക്കെ നമുക്ക് അവിടുന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒന്നും എടുക്കരുത്. അപ്പോൾ എൻ്റെ മനസ്സിലും സജീനേച്ചിൻ്റെ മനസ്സിലും ഞങ്ങൾ പറഞ്ഞു, ഇവിടം വരെ വന്നിട്ട് ഔട്ടായി പോവുക, ഞാൻ ചേച്ചിയുണ്ട്, ഔട്ടായി പോവുക, ഒരു ഫോട്ടോ കൊണ്ടുള്ള എന്ത് തെളിവുണ്ട്, നമ്മൾ കണ്ടെന്നുള്ളത് എന്ത് തെളിവുണ്ട്. നേരത്തെ കൊണ്ടുപോയിട്ട് ഷോ വരുമ്പോഴും ഓക്കെ, പക്ഷെ എന്ത് തെളിവുണ്ട്. നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാനും സജീനേച്ചിയും കൂടെ ഒളിച്ചും പാത്തും അവരെ ഒന്നും വാക്കുപോലും കേൾക്കാതെ എപ്പോഴായിരിക്കും ഞങ്ങളത് അറിയുന്നത് കൊണ്ട് ഒളിച്ചും പാത്തും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേച്ചിയുടെ മാനേജറൊക്കെ ആയിട്ട് ഒരു വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഡോർ ചേച്ചി എന്തെങ്കിലും പറഞ്ഞപ്പോൾ ചെന്ന ഉടനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ എനിക്കൊരാഗ്രഹം തോന്നിയത്. എന്തായാലും ഞാൻ ഫോട്ടോ എടുത്തു, വീഡിയോ കോൾ ചെയ്ത് എൻ്റെ ചേച്ചിയെ കാണിക്കുന്നു.
സത്യസന്ധമായിട്ട് പറയണം. നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രിയിൽ പോകും, നമ്മൾ ഈ ഒരുപാട് ഷോയിൽ പല ചാനലിലും നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചാനൽ വഴി കാണുന്ന ആർട്ടിസ്റ്റുകളല്ല ഇവരല്ലാതെ കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഒരിക്കലും മഞ്ജു ചേച്ചി അതിന് സമ്മതിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ ചേച്ചിനെ വീഡിയോ കോൾ ചെയ്ത് മഞ്ജു ചേച്ചി സംസാരിച്ചു. അത് ഭയങ്കര ഒരു മെമ്മറിയാണത്. കാരണം അവൾ ആഗ്രഹം സാധിച്ചു. അവൾക്ക് ഭയങ്കര വിഷമം വരാൻ പറ്റാത്തൊരു കാര്യം, പെട്ടെന്ന് എറണാകുളം വരെ വരാനും അത് പറ്റില്ല, അവിടെ ഫാമിലിയിൽ നിന്നും കൊണ്ടുവരാൻ പറ്റാത്ത കാലത്ത് നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ മഞ്ജു ചേച്ചി വീഡിയോ കോൾ ചെയ്ത് അവളോട് സംസാരിച്ചു. അവൾ ഇന്നും പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ചെയ്യത്തില്ല. നമ്മളോട്ട് ഫോട്ടോ എടുക്കും, ഓക്കെ, ചിലർ ഫോട്ടോ എടുക്കാൻ എന്ത് ചേച്ചി വീഡിയോ കോൾ ചെയ്ത് അവരോട് കുറേ നേരം സംസാരിച്ചു. അവൾക്ക് അത് സന്തോഷമായി, അങ്ങനെ എനിക്കും അത് സന്തോഷം. ആ ഒരു മെമ്മറിയിൽ ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആ ഫോട്ടോ എടുത്ത് ഞാൻ ഇട്ടത്. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അത് എല്ലാവരുടെ പറയണമെന്ന് തോന്നി. അപ്പം നമുക്ക് നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന പല ആഗ്രഹങ്ങളും ഉണ്ടാകും. പക്ഷെ അത് റിയൽ ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ മനസ്സിലാക്കി തരേണ്ടതുപോലെ നമുക്കറിയത്തില്ല. നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തരാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ അവൾ ആഗ്രഹിച്ചപ്പോൾ ചേച്ചി വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ കോൾ ചെയ്ത് ചേച്ചി അത് ഞാൻ ബാക്ക് ക്യാമറ വെച്ച്, ചേച്ചി എൻ്റെ ഫോൺ മേടിച്ചു, ചേച്ചി ഫ്രണ്ട് ക്യാമറ വെച്ച്. എനിക്കത് ഭയങ്കര സന്തോഷത്തെ മുഖത്തോട് നോക്കിയാണ് സംസാരിച്ചത്. അതൊക്കെ ഒത്തിരി ഇതുള്ള കാര്യം. പെട്ടെന്നായിരുന്നു കാണില്ല, അവരാരെങ്കിലും വന്ന് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇപ്പം എനിക്ക് പറയാതെ ചേച്ചി കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചേച്ചി ഒത്തിരി നന്ദിയുണ്ട്. അവൾക്ക് ഒരുപാട് സന്തോഷം. അവളുടെ ജീവിതത്തിൽ ഇന്നും അവൾ പറയുന്ന ഒരു കാര്യമാണ്, എന്തായാലും കണ്ടല്ലോ, എനിക്ക് സന്തോഷമായിരുന്നു. അപ്പം ഞാനും അന്നൊന്നും പറയാനൊന്നും പറ്റിയില്ല. ഒത്തിരി സന്തോഷമുണ്ട് ചേച്ചി കാണാൻ പറ്റിയാലും. ചേച്ചിയുടെ അത് എൻ്റെ ചേച്ചിക്ക് ആ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചതിനൊക്കെ ഒത്തിരി നന്ദി ഞാൻ പറയുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ ഇന്നും ചേച്ചിയുടെ പ്രൊഫൈലിൻ്റെ ഇതിലിട്ടാക്കുന്നതിൽ എനിക്കതിൽ ഇന്നും ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്ത് കമൻസ് ഉണ്ടെങ്കിലും എന്ത് കാര്യം എനിക്ക് എന്നോട് പറയണമെങ്കിലും നിങ്ങൾക്കത് കമൻസായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.